+2 ഫിസിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ +1 പഠിച്ചതിൽ നിന്ന് കുറച്ചും കൂടെ എളുപ്പമാണ് നമ്മൾ +2 പഠിക്കുന്നത്. +2 പഠിക്കുന്ന ചാപ്റ്റേഴ്സ് എല്ലാം റിലേറ്റ് ചെയ്ത് പോകുന്ന ചാപ്റ്റേഴ്സാണ് മിക്കവാറും. ഇപ്പം ആദ്യത്തെ 2 ചാപ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്, രണ്ടാമത്തെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. ആ 2 ചാപ്റ്ററിനെയും കൂടെ ചേർത്തിട്ട് നമ്മൾ ഒരൊറ്റ മോഡ്യൂളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അതിന് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയും. നമ്മൾ മൂന്നാമത്തെ ചാപ്റ്റർ പോവുകയാണെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അടുത്ത 4-മത്തതും 5-മത്തതും ചാപ്റ്റേഴ്സ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിനെ പറ്റി പറയുന്നത്. ആദ്യത്തെ ചാപ്റ്റേഴ്സ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡിനെ പറ്റി പറയുന്നതെങ്കിൽ പിന്നീട് വരുന്ന 3ഉം 4ഉം ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് 4ഉം 5ഉം ചാപ്റ്റേഴ്സ് മാഗ്നറ്റിക് ഫീൽഡിനെ പറ്റിയും മാഗ്നറ്റിക് ഫീൽഡിനെ പറ്റിയാണ് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന ചാപ്റ്റർ നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അത് കഴിഞ്ഞ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. അടുത്ത ലാസ്റ്റ് നമ്മുടെ ഫസ്റ്റ് വോളിയത്തിലെ ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നതാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. അന്നേരം 2 വോളിയമായിട്ടുള്ളതിൽ ഫസ്റ്റ് വോളിയത്തിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അന്നേരം ഫസ്റ്റ് വോളിയത്തിൽ ഇത്രയും ചാപ്റ്റേഴ്സ് ഉണ്ട്, 8 ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ 8 ചാപ്റ്റേഴ്സിൽ ആദ്യത്തെ ചാപ്റ്ററാണ് നമ്മൾ പറയുന്നത്. ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിൽ നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ ആദ്യമേ ഞാൻ പറഞ്ഞു, ആദ്യത്തെ 2 ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സും ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസും എന്ന ചാപ്റ്റേഴ്സിനെ രണ്ടിനെയും കൂടെ ചേർത്തിട്ട് നമ്മൾ പറയുന്നതാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയും. അന്നേരം ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ചാർജസ് അറ്റ് റെസ്റ്റ്. റെസ്റ്റിലിരിക്കുന്ന ചാർജിനെ പറ്റി പറയുന്നത്, നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു ചാർജിനെ പറ്റി നമ്മൾ പറയുന്നതാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, മെത്തേഡ്സ് ഓഫ് ചാർജിങ് എ ബോഡി. ഒരു ബോഡിയെ ചാർജ് ചെയ്യുന്ന മെത്തേഡ്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ 3 മെത്തേഡ് നമ്മൾ പറയുന്നു. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ചാർജിങ് ബൈ ഫ്രിക്ഷൻ അല്ലെങ്കിൽ റബ്ബിങ്. രണ്ടാമത്തത് ചാർജിങ് ബൈ കണ്ടക്ഷൻ. മൂന്നാമത്തെ ചാർജിങ് ബൈ ഇൻഡക്ഷൻ. അന്നേരം ചാർജിങ് ബൈ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പം നമ്മൾ ഒരു ഉണങ്ങിയ മുടി ചീപ്പ് കൊണ്ട് ചീപ്പുന്ന സമയത്ത് ചീപ്പിയതിന് ശേഷം ആ ചീപ്പിനെ നമ്മൾ അല്ലെങ്കിൽ ഒരു സ്കെയിലായാലും മതി, ആ സ്കെയിലിനെ നമ്മൾ ഈ പേപ്പർ കഷ്ണങ്ങൾക്ക് അടുത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഈ പേപ്പർ കഷ്ണം ഇതിനകത്തേക്ക് അട്രാക്ട് ചെയ്ത് ഒട്ടിപ്പിടിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതാണ് നമ്മൾ ചാർജിങ് ബൈ റബ്ബിങ് എന്ന് പറയുന്നത്. വെൻ എ ബോഡി റബ്ഡ് വിത്ത് അനദർ ബോഡി, ഒരു ബോഡി മറ്റൊരു ബോഡിയുമായിട്ട് റബ്ബ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ചാർജ് ഉണ്ടാകുന്നു. അതാണ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ അല്ലെങ്കിൽ റബ്ബിങ് എന്ന് പറയുന്നത്. ഇനി ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ചാർജ്ഡ് ബോഡിയെ, ഇതിപ്പോൾ ഒരു ചാർജ്ഡ് ബോഡിയാണ്, ആ ചാർജ്ഡ് ബോഡിയെ ഒരു അൺചാർജ്ഡ് ബോഡിയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് കോണ്ടാക്ട് വരണം, ഫിസിക്കലി കോണ്ടാക്ട് വരണം, ചാർജിങ് ബൈ കണ്ടക്ഷൻ. അന്നേരം ഇതിനകത്ത് നിന്ന് ചാർജ്ഡ് ബോഡിയിൽ നിന്ന് അൺചാർജ്ഡ് ബോഡിയിലേക്ക് ചാർജ് ഫ്ലോ ചെയ്യും. അതാണ് ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. അന്നേരം ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാർജ്ഡ് ബോഡിയെ ഒരു അൺചാർജ്ഡ് ബോഡിയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ചാർജ്ഡ് ബോഡി ബ്രോട്ട് നിയർ ടു കോണ്ടാക്ട് വിത്ത് അൺചാർജ്ഡ് ബോഡി, ചാർജ് ഫ്ലോസ് ഫ്രം ചാർജ്ഡ് ബോഡി ടു അൺചാർജ്ഡ് ബോഡി. ചാർജ്ഡ് ബോഡിയിൽ നിന്ന് അൺചാർജ്ഡ് ബോഡിയിലേക്ക് ചാർജ് ഫ്ലോ ചെയ്യും. അതാണ് ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. അടുത്ത 3-മത്തെ മെത്തേഡാണ് നമ്മൾ പറയുന്നത് ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അന്നേരം ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മളൊരു അൺചാർജ്ഡ് കണ്ടക്ടർ എടുത്തിരിക്കും, ഒരു അൺചാർജ്ഡ്
മെറ്റൽ ബ്ലോക്ക്, ഒരു മെറ്റാലിക് ബോൾ എടുത്തിരിക്കുക, നമ്മൾ ഒരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് വെച്ചിരിക്കുക. അന്നേരം ഈ അൺചാർജ്ഡ് കണ്ടക്ടർ എടുത്തേക്ക് നമ്മളൊരു ചാർജ്ഡ് ബോഡിയെ കൊണ്ടുവരുന്നു. പിന്നെ ചാർജ്ഡ് ബോഡി ബ്രോട്ട് നിയർ ടു ആൻ അൺചാർജ്ഡ് കണ്ടക്ടർ. ചാർജ്ഡ് ബോഡി ഒരു അൺചാർജ്ഡ് കണ്ടക്ടറിനടുത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത്, ഒരു അൺചാർജ്ഡ് കണ്ടക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും, അതിൽ പോസിറ്റീവ് ചാർജും കാണും നെഗറ്റീവ് ചാർജും കാണും. വേറെ ചാർജ്ഡ് ബോഡി ബ്രോട്ട് നിയർ ടു അൺചാർജ്ഡ് കണ്ടക്ടർ. ഇപ്പം നമ്മളിവിടെ നെഗറ്റീവ്ലി ചാർജ്ഡ് കണ്ടക്ടറിനെ ദാണ്ട് ഇങ്ങേക്ക് കൊണ്ടുവന്നു, ഈ അൺചാർജ്ഡ് കണ്ടക്ടറിനടുത്തേക്ക് കൊണ്ടുവന്നു. അന്നേരം ഓപ്പോസിറ്റ്ലി ചാർജ് ഇൻഡ്യൂസ്ഡ് ഓൺ ദ നിയർ എൻഡ്. ഈ നിയർ എൻഡിൽ ഓപ്പോസിറ്റ്ലി ചാർജ് ഉണ്ടാകുന്നു. ഇപ്പം ഈ നെഗറ്റീവ് കണ്ടക്ടർ കൊണ്ടുവന്ന സമയത്ത് ആ നിയർ എൻഡിലായിട്ട്, ഇപ്പം നമ്മളിത് എ എന്നും ബി എന്നും നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ എ എന്ന് പറയുന്ന എൻഡിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് പോസിറ്റീവ് ചാർജും ഫർദർ എൻഡിൽ നെഗറ്റീവ് ചാർജും ഇൻഡ്യൂസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഈ നെഗറ്റീവ് ചാർജ് ഈ ബി എന്ന് പറയുന്ന എൻഡിനെ നമ്മൾ എർത്ത് ചെയ്യുന്ന സമയത്ത് ഈ നെഗറ്റീവ് ചാർജ് എർത്തിലേക്ക് പോകുന്നു. എർത്തിയതിന് ശേഷം അതാണ്ട് ഫിഗർ ഡിയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ അതാണ്ട് പോസിറ്റീവ് ചാർജ് മാത്രമായി മാറി. പിന്നെ നമ്മൾ അതാണ്ട് ഈ ചാർജർ കണ്ടക്ടറിനെ നമ്മൾ ആദ്യമേ കൊണ്ടുവന്ന ചാർജ് കണ്ടക്ടറിനെ മാറ്റുന്ന സമയത്ത് ആ ബോഡി ഫുൾ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ട് മാറി. അന്നേരം ഹൗ ക്യാൻ വി മേക്ക് എ അൺചാർജ്ഡ് ബോഡി വിത്ത് പോസിറ്റീവ് ചാർജായിട്ട് നമുക്ക് എങ്ങനെ മാറ്റാമെന്നാണ് ചോദിക്കുന്നത്. ഒരു പോസിറ്റീവ് ചാർജായിട്ട് ഇങ്ങനെ മാറ്റി. ഇനി നെഗറ്റീവ് ചാർജായിട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ വരുന്ന ഈ കണ്ടക്ടർ, ഈ കൊണ്ടുവരുന്ന റോഡ് പോസിറ്റീവ് ചാർജാക്കി മാറ്റിക്കഴിഞ്ഞാൽ സിമിലർ പ്രൊസീജിയറിൽ അത് നെഗറ്റീവ് ചാർജായിട്ട് മാറും. അതാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ചാർജിങ് ബൈ ഇൻഡക്ഷനിൽ വിത്തൗട്ട് ടച്ചിങ് ആണ്. ചാർജ്ഡ് ബോഡി ബ്രോട്ട് നിയർ ടു അൺചാർജ്ഡ് കണ്ടക്ടർ. അതിൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ മാത്രം മതി, നമ്മൾ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ കണ്ടക്ഷനിൽ ചാർജ്ഡ് ബോഡിയെ അൺചാർജ്ഡ് ബോഡിയായിട്ട് കോണ്ടാക്ട് വരണം, എന്നാലേ ചാർജ് കണ്ടക്ടറിൽ നിന്ന് അൺചാർജ്ഡ് ബോഡിയിലേക്ക് ഫ്ലോ ചെയ്തു. ഇവിടെ വിത്തൗട്ട് ടച്ചിങ് ആണ്. അടുത്ത നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റിലുള്ള ചാർജിനെ പറ്റി പറയുന്ന ശാഖയാണ് നമ്മൾ പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഉള്ളത്. അന്നേരം ഈ ചാർജ് എന്ന് പറയുന്ന സമയത്ത് ഈ ചാർജിന്റെ പ്രോപ്പർട്ടീസ്, ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജസ് എന്ന് പറയുന്ന സമയത്ത് 3 പ്രോപ്പർട്ടിയാണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് അഡിറ്റിവിറ്റി ഓഫ് ചാർജസ്, രണ്ടാമത്തത് കൺസർവേഷൻ ഓഫ് ചാർജസ്, മൂന്നാമത്തത് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജസ്. അഡിറ്റിവിറ്റി ഓഫ് ചാർജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജസിനെ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പം ഒരു സിസ്റ്റത്തിലെ ചാർജ് എന്ന് പറയുന്ന സമയത്ത് Q1 Q2 എക്സെട്ര ടു Qn വരെയാണ് നോക്കുക. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ചാർജ് ഓൺ ദ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ Q1 പ്ലസ് Q2 പ്ലസ് എക്സെട്ര ടു Qn ആയിരിക്കും. ഇതാണ് അഡിറ്റിവിറ്റി ഓഫ് ചാർജസ്. ചാർജിനെ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് കൺസർവേഷൻ ഓഫ് ചാർജസ്. കൺസർവേഷൻ ഓഫ് ചാർജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിലെ ചാർജസ് റിമെയിൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും. അതാണ് കൺസർവേഷൻ ഓഫ് ചാർജസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പറയുന്ന പോലെ എനർജി ക്യാൻ ഐദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അതുപോലെ തന്നെ ചാർജസിന്റെ കേസിൽ നമുക്ക് പറയാം, അതായത് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിലെ ചാർജസ് റിമെയിൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും. അടുത്ത മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ബോഡി നമ്മൾ എടുക്കുകയാണെങ്കിൽ, ആ ബോഡിയിലെ ടോട്ടൽ ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ബോഡിയിൽ ഒരു 100 ഇലക്ട്രോൺ, ഇപ്പോൾ ഇതിനകത്തൊരു ഒരു ഇലക്ട്രോൺ എന്ന് പറയുന്നത് E എന്ന് നമ്മൾ എടുക്കുന്നു. ഇപ്പം 100 ചാർജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബോഡിയിലെ ടോട്ടൽ ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഴുതാം എത്ര എണ്ണം ഉണ്ട്, 100 × ഒരു ചാർജ് കൊണ്ട് ഗുണിച്ചാൽ മതി.
അതാണ് ക്വാണ്ടൈസേഷൻ. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് വെച്ചാൽ ടോട്ടൽ ചാർജ് ഓൺ എനി ബോഡി ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഫണ്ടമെന്റൽ ചാർജ്. ഫണ്ടമെന്റൽ ചാർജിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആണ് ആ ബോഡിയിലെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത്. എന്നിട്ട് ദാണ്ട് ഇവിടെ നോക്കിക്കുക, ഇവിടെ നമ്മൾ എടുത്ത ഈ 100-ന് പകരം എത്ര എണ്ണമാണെന്നാണ്, എത്ര എണ്ണമെന്ന് പറയാൻ വേണ്ടി നമുക്ക് n എന്ന് സൂചിപ്പിക്കാം. n ഈസ് ആൻ ഇൻറ്റീജർ ഇൻറ്റു ഇ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഫണ്ടമെന്റൽ ചാർജ്. ഇനി നമുക്ക് ഈ ചാർജ് പോസിറ്റീവോ നെഗറ്റീവോ ആവാം, അതുകൊണ്ട് നമുക്ക് പ്ലസ് ഓർ മൈനസ് n എന്ന് കൊടുക്കാം. അന്നേരം Q ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് n. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്? ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ടോട്ടൽ ചാർജ് ഓൺ എനി ബോഡി ഈസ് ആൻ ഇൻറ്റീജർ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ആൻ ഇലക്ട്രോണിക് ചാർജ്. ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ആൻ ഇലക്ട്രോണിക് ചാർജ്. ഒരു ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ചാർജിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആണ് ആ ബോഡിയിലെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത്. അതാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്നത്. അന്നേരം ബേസിക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ്. എന്നിട്ട് ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നാമത് അഡിറ്റിവിറ്റി ഓഫ് ചാർജസ്, രണ്ടാമത്തെ കൺസർവേഷൻ ഓഫ് ചാർജസ്, മൂന്നാമത്തെ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. അന്നേരം ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെപ്പറേറ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ടോട്ടൽ ചാർജ് ഓൺ എനി ബോഡി ഈസ് an integer multiple അല്ലെങ്കിൽ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ആൻ ഫണ്ടമെന്റൽ ചാർജ്. ഫണ്ടമെന്റൽ ചാർജിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആണ്. നമുക്ക് മാത്തമാറ്റിക്കലി അതിനെ ഇങ്ങനെ എഴുതാം. Q ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ആ ബോഡിയിലെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് Q ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് n. n എന്ന് പറയുന്നത് n ഈസ് ആൻ ഇൻറ്റീജർ. E എന്ന് പറയുന്നത് ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.602 ഇൻറ്റു 10⁻⁻19 കൂളോം ആണ്. ചാർജിന്റെ യൂണിറ്റ് ആണ് കൂളോം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമാണ് നമ്മൾ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട നിയമം എന്ന് പറയുന്ന സമയത്ത് കൂളോംസ് ലാ എന്ന് പറയുന്നത്. കൂളോംസ് ലാ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു നിയമമാണ് കൂളോംസ് ലാ എന്ന് പറയുന്നത്. അന്നേരം കൂളോംസ് ലാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ബിറ്റ്വീൻ 2 പോയിന്റ് ചാർജസ് ഈസ്. ഇപ്പൊ അതായത് 2 പോയിന്റ് ചാർജ് ഇരിക്കുന്നു. ഇപ്പൊ Q1 ഉം Q2 എന്ന് പറയുന്ന 2 പോയിന്റ് ചാർജ് ആണെങ്കിൽ ഇവര് തമ്മിലുള്ള ആ ഡിസ്റ്റൻസ് നമ്മൾ R എന്ന് കൊടുക്കുന്നു. അന്നേരം ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ബിറ്റ്വീൻ 2 പോയിന്റ് ചാർജസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദ ചാർജസ്. ഈ ചാർജിന്റെ പ്രോഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ആ ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. Coulomb's law states that the force of attraction or repulsion, attraction ആവാം റിപ്പൽഷൻ ആവാം. അപ്പൊ ഈ 2 ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ആണെന്നുണ്ടെങ്കിൽ, 2ഉം പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ എന്ത് ചെയ്യും? റിപ്പല് ചെയ്യും. 2ഉം നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ റിപ്പല് ചെയ്യും. ഒരെണ്ണം പോസിറ്റീവ് ഒരു നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. അതാണ് നമ്മൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ എന്ന് പറയുന്നത്. അന്നേരം ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ബിറ്റ്വീൻ 2 പോയിന്റ് ചാർജസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദ ചാർജസ്. ഈ 2 ചാർജിന്റെയും പ്രോഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഈ 2 ചാർജും തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. അതാണ് കൂളോംസ് ലാ എന്ന് പറയുന്നത്. നമ്മുടെ കൂളോംസ് ലാ എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ബിറ്റ്വീൻ 2 പോയിന്റ് ചാർജസ് ഈസ് directly proportional to product of their charges and inversely proportional to square of the distance between them. അന്നേരം നമ്മൾ പറഞ്ഞനുസരിച്ചിട്ട് ഈ 2 ആദ്യത്തെ നമ്മൾ പറയുന്നത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ റിപ്പൽഷൻ ബിറ്റ്വീൻ 2 പോയിന്റ് ചാർജസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദ ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഈ 2 ഇക്വേഷൻ കൂടെ നമ്മൾ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ F പ്രൊപ്പോർഷണൽ ടു Q1
Q2 by R square. Q1 Q2 by R square. ഇവിടെ താണ്ട് ഈ പ്രൊപ്പോർഷൻ മാറ്റാൻ വേണ്ടി നമ്മൾ കോൺസ്റ്റന്റ് കൊടുക്കാം. F is equal to K into Q1 Q2 by R square. K എന്ന് പറയുന്ന കോൺസ്റ്റന്റ് K is equal to നമുക്ക് കൊടുക്കാം. K is equal to 1 by 4 pi epsilon 0. 1 by 4 pi epsilon 0. ഈ എപ്സിലോൺ 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് അല്ലെ വാക്വം. പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്സിലോൺ 0 എന്ന വാല്യൂ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ ആവശ്യമായിട്ട് നമുക്ക് വരും. എപ്സിലോൺ 0 എന്ന് പറയുന്നത് 8.854 ഇൻറ്റു 10⁻⁻12 കൂളോം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. അതിൻ്റെ യൂണിറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് കൂളോം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എഴുതാം കൂളോം സ്ക്വയർ ന്യൂട്ടൺ റേസ് ടു -1 മീറ്റർ റേസ് ടു -2. ഇതിനെ മുകളിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് മൈനസ് കൊടുത്ത് ഇങ്ങനെ എഴുതാം. കൂളോം സ്ക്വയർ ന്യൂട്ടൺ റേസ് ടു -1 മീറ്റർ റേസ് ടു -2. ഈ വാല്യൂ എപ്സിലോൺ 0യുടെ വാല്യൂ 8.854 ഇൻറ്റു 10⁻⁻12 എന്ന വാല്യൂ നമ്മൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കെയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ 9 ഇൻറ്റു 10⁻9 കിട്ടും. അന്നേരം നമ്മളിവിടെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് കൊടുക്കാം കൂളോം ഫോഴ്സിന്റെ ആ ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്ക് എഴുതാം. കെയുടെ സ്ഥാനത്ത് നമുക്ക് 9 ഇൻറ്റു 10⁻9 Q1 Q2 by R square എന്ന് കൊടുക്കാം. അതിന് മുമ്പ് വേണമെങ്കിൽ നമുക്ക് ഈ കെയുടെ വാല്യൂ നമ്മൾ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ F is equal to 1 by 4 pi epsilon 0 Q1 Q2 by R square എന്ന് എഴുതാം. ഓക്കെ, ഒരു ഇക്വേഷൻ ഇത് ഓർത്ത് വെച്ചേക്കണം. ഇത് നമുക്ക് ഡെറിവേഷനൊക്കെ വരുന്ന സമയത്ത് ബാക്കി ആവശ്യമായിട്ട് വരുന്ന ഒരു ഇക്വേഷനാണ്. 1 by 4 pi F is equal to കെയുടെ സ്ഥാനത്ത് നമ്മൾ വാല്യൂ ഇട്ട് കൊടുക്കുന്നു. വാല്യൂ ഇട്ട് കൊടുക്കുന്ന സമയത്ത് 1 by 4 pi epsilon 0 Q1 Q2 by R square. ഓക്കെ, ഇതാണ് കൂളോംസ് ലോ എന്ന് പറയുന്നത്. നമ്മൾ പറയുന്നത് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ എപ്സിലോൺ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്സിലോൺ 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്സിലോൺ 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. എപ്സിലോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റിയാണ് എപ്സിലോൺ എന്ന് പറഞ്ഞാൽ. അതായത് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ റേഷ്യോ ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ടു പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ടു പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അതാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഇസ് ദ റേഷ്യോ ബിറ്റ്വീൻ പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ടു പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. എപ്സിലോൺ ആർ ഇസ് ഈക്വൽ ടു പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം, പെർമിറ്റിവിറ്റി ഓഫ് മീഡിയത്തിനെ സൂചിപ്പിക്കുന്നത് ഡിവൈഡഡ് ബൈ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഇതാണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ, അക്കോർഡിംഗ് ടു സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ the total force acting on any one charge is the vector sum of forces due to individual charges. According to superposition principle, the total force acting on any one charge is ഏതെങ്കിലും ഒരു ചാർജിനകത്തിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം ഈ ചാർജിനകത്തിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇതിന് ഒരുപാട് ചാർജ് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തിലുണ്ടാകുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ചാർജ് മൂലം ഉണ്ടാകുന്ന ഫോഴ്സിന്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും, വെക്ടർ സമ്മിന് ഈക്വൽ ആയിരിക്കും. അതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അന്നേരം സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ, അക്കോർഡിംഗ് ടു സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ദ ടോട്ടൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എനി വൺ ചാർജ് ഈസ് വെക്ടർ സം ഓഫ് ഫോഴ്സസ് ഡ്യൂ ടു ഇൻഡിവിജ്വൽ ചാർജസ്. നമ്മൾ ഫിഗർ വെച്ച് നോക്കാം. അന്നേരം സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ നമ്മൾ എടുക്കുന്ന ഒരു പോയിന്റ് ചാർജ്
Q1. ആ Q1 എന്ന് പറയുന്നത് നമ്മൾ കണ്ട O എന്ന് പറയുന്ന ഒറിജിനിൽ നിന്നുള്ള R1 ഡിസ്റ്റൻസിലിരിക്കുന്ന ഒരു ചാർജാണ് Q1. ഇനി ഒറിജിനിൽ നിന്ന് R2 ഡിസ്റ്റൻസിലിരിക്കുന്ന ഒരു ചാർജ് നമ്മൾ എടുത്തിരിക്കുന്നു Q2 എന്ന് എടുത്തിരിക്കുന്നു. R3 ഡിസ്റ്റൻസിലിരിക്കുന്ന ഒരു ചാർജാണ് Q3 എന്ന് പറയുന്നത്. അന്നേരം ഈ Q1 എന്ന് പറയുന്ന ചാർജിൽ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് Q2 മൂലം Q1 ഉണ്ടാകുന്ന ഫോഴ്സിൻ്റെയും Q3 മൂലം Q1 ഉണ്ടാകുന്ന ഫോഴ്സിൻ്റെയും വെക്റ്റർ സമ്മിന് ഈക്വൽ ആയിരിക്കും. അന്നേരം ഇങ്ങോട്ടേക്ക് നമ്മൾ ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്നു. ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് പറയുമ്പോഴത്തേക്ക് ഈ Q1ലേക്കുള്ള ഡിസ്റ്റൻസ് Q2ൽ നിന്ന് Q1ലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ R12 എന്ന് കൊടുക്കുന്നു. R12 Q1ൽ ഈ Q3യിൽ നിന്ന് Q1ലേക്കുള്ള ഡിസ്റ്റൻസ് R13 എന്ന് കൊടുക്കുന്നു. അപ്പം നമ്മൾ വെക്റ്റർ എടുക്കുവാണെങ്കിൽ അവിടുത്തെ യൂണിറ്റ് വെക്റ്റർ നമ്മൾ എടുക്കുവാണെങ്കിൽ നമുക്ക് എഴുതാം R12 ക്യാപ്പ് എന്ന് കൊടുക്കാം. R12 ക്യാപ്പ് ഇവിടെ ആകുമ്പം R13 ക്യാപ്പ് യൂണിറ്റ് വെക്റ്ററാണത്. അന്നേരം ഈ Q2 മൂലം Q1 ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് വെക്റ്റർ F12 ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു Q2 മൂലം Q1 ഉണ്ടാകുന്നത് അതാണ് F12 എന്ന് വെച്ച് കഴിഞ്ഞാൽ. F12 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു Q2 മൂലം Q1 ഉണ്ടാകുന്ന ഫോഴ്സ്. ഇനി Q3 മൂലം Q1 ഉണ്ടാകുന്ന ഫോഴ്സ് നമുക്ക് F13 എന്ന് എഴുതാം. ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു Q3 മൂലം Q1 ഉണ്ടാകുന്ന ഫോഴ്സ്. അതായത് ഇങ്ങനെ ആ ഫോഴ്സ് ഇങ്ങനെ വന്നു F13 വെക്റ്റർ F13. അന്നേരം ഇതിനകത്തിൽ Q1 ഉണ്ടാകുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഇൻഡിവിജ്വൽ ചാർജ് മൂലമുണ്ടായ ഫോഴ്സിന്റെ വെക്റ്റർ സമ്മിന് ഈക്വൽ ആയിരിക്കും. അതൊരു വെക്റ്റർ സം നമ്മൾ പാരലോഗ്രാമിൽ വെച്ചിട്ട് നമ്മൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡയഗണൽ ആയിരിക്കും അതിൻ്റെ റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് വെക്റ്റർ F1 എന്ന് പറയുന്നത്. അന്നേരം നമ്മൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് നമ്മൾ പറഞ്ഞത് അക്കോർഡിംഗ് ടു സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ദ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എനി വൺ ചാർജ് ഈസ് the vector sum of forces due to individual charges. ഇൻഡിവിജ്വൽ ചാർജ് മൂലം ഉണ്ടാകുന്ന ഫോഴ്സിന്റെ വെക്റ്റർ സമ്മിന് ഈക്വൽ ആയിരിക്കും. അന്നേരം ഈ Q1 എന്ന് പറയുന്ന ചാർജിൽ ഉണ്ടാകുന്ന Q2 മൂലം ഉണ്ടാകുന്ന ഫോഴ്സ് നമുക്ക് പറയാം ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു Q2 ഈസ് Q2 മൂലം Q1 ഉണ്ടാകുന്ന ഫോഴ്സ് നമുക്ക് കൊടുക്കാം വെക്റ്റർ F12 ഈക്വൽ ടു വെക്റ്റർ F12 ഈസ് ഈക്വൽ ടു നമുക്ക് പറയാം നമ്മൾ ഫോഴ്സിന്റെ ഇക്വേഷൻ അനുസരിച്ച് നമ്മൾ കൂളോംസ് ലോ അനുസരിച്ച് നമ്മൾ ഫോഴ്സിന്റെ ഇക്വേഷൻ പറഞ്ഞത് F ഈസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 R² എന്നാണ് പറഞ്ഞത്. അന്നേരം ഇവിടെ നമുക്ക് പറയാം വെക്റ്റർ F12 എന്ന് പറയുമ്പോഴത്തേക്ക് കോൺസ്റ്റന്റ് 1/4πε0 ചാർജ് Q1 Q2 Q2 ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് R12 സ്ക്വയർ ഇത് വെക്റ്റർ ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂണിറ്റ് വെക്റ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാൻ. അന്നേരം യൂണിറ്റ് വെക്റ്റർ എന്ന് പറയുമ്പോൾ R12 ക്യാപ്പ്. സിമിലർലി ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു Q3 ഈസ് Q3 മൂലം Q1 ഉണ്ടാകുന്ന ഫോഴ്സ് Q1 ഉണ്ടാകുന്ന ഫോഴ്സ് നമുക്ക് കൊടുക്കാം വെക്റ്റർ F13 എന്ന് കൊടുക്കാം. വെക്റ്റർ F13 ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു Q3 അതാണ് F13 എന്ന് പറയുന്നത്. അന്നേരം അത് നമുക്ക് ഇതുപോലെ എഴുതാം 1/4πε0 Q1 ആ ചാർജ് തന്നെ. ഇനി 3 ആണ്. 3 എന്ന് പറയുമ്പോൾ Q3 ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് Q3യിൽ നിന്ന് Q1ലേക്കുള്ള ഡിസ്റ്റൻസ് R13 സ്ക്വയർ യൂണിറ്റ് വെക്ടറാക്കി മാറ്റാൻ വേണ്ടി R13 ക്യാപ്പ്. അന്നേരം Q2 മൂലം Q1 ഉണ്ടായ ഫോഴ്സ് ആണ് ഈ വെക്ടർ F12. Q3 മൂലം Q1 ഉണ്ടായ ഫോഴ്സ് ആണ് വെക്ടർ F13. അന്നേരം ഈ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഈ പോയിന്റ് ചാർജിലുണ്ടായ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആയിട്ടുണ്ടാകുന്ന ഫോഴ്സിന്റെ വെക്റ്റർ സമ്മിന് ഈക്വൽ ആയിരിക്കും. അന്നേരം ഇൻഡിവിജ്വൽ ആയിട്ട് അന്നേരം ഇതിന്റെ റിസൾട്ടന്റ് ഫോഴ്സ് പറയുമ്പോൾ റിസൾട്ടന്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ Q1 ഈസ് റിസൾട്ടന്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ Q1 ഈസ് Q1 ആക്ട് ചെയ്യുന്ന റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് F ഈസ് ഈക്വൽ ടു വെക്റ്റർ
F12 പ്ലസ് വെക്ടർ ഓഫ് 13 ആണ്. ഒരു വെക്ടർ F12ന്റെ സ്ഥാനത്ത് നമുക്ക് കൊടുക്കാം. വെക്ടർ F12ന്റെ സ്ഥാനത്ത് 1/4πε0 Q1 Q2 by R12 സ്ക്വയർ R12 ക്യാപ്പ് പ്ലസ് F13 വെക്ടർ F13യുടെ സ്ഥാനത്ത് 1/4πε0 Q1 Q3 by R13 സ്ക്വയർ R13 ക്യാപ്പ്. നമ്മൾ 2 ചാർജസിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു ഇഫ് ദർ ആർ n നമ്പർ ഓഫ് ചാർജസ് n നമ്പർ ഓഫ് ചാർജസ് ഉണ്ടെങ്കിൽ n നമ്പർ ഓഫ് ചാർജസ് Q1 Q2 Q3 എക്സെട്ര Qn വരെ ഉണ്ടെന്നുണ്ടെങ്കിൽ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ Q1 അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ്. നമ്മൾ ഇപ്പൊ Q1 അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇവിടെ പറഞ്ഞോളൂ Q2 മൂലം Q3 മൂലം മാത്രമേ പറഞ്ഞോളൂ. ഇനി n നമ്പർ ഓഫ് ചാർജസ് ഒരുപാട് ചാർജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാം റിസൾട്ടന്റ് ഫോഴ്സ് ഓൺ എഫ് റിസൾട്ടന്റ് ഫോഴ്സ് ഓൺ Q1 അതിൽ ആക്ട് ചെയ്യുന്ന റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ രീതിയിൽ നമ്മൾ നേരത്തെ എഴുതിയ രീതിയിൽ തന്നെ എഴുതാം. വെക്ടർ എഫ് ഇസ് ഈക്വൽ ടു വെക്ടർ F12 പ്ലസ് വെക്ടർ F13 പ്ലസ് എക്സെട്ര ടു വെക്ടർ F1n വരെ എഴുതാം. n നമ്പർ ഓഫ് ചാർജസ് ഉണ്ട്. ഇപ്പം നമ്മൾ 2 ചാർജസിന്റെ കേസിൽ മാത്രം ഈ പറഞ്ഞത്. അങ്ങനെയാണ് ഇതേ രീതിയിൽ നമുക്ക് എഴുതാം. ഇക്വേഷൻ എഴുതുന്ന സമയത്ത് വെക്ടർ എഫ് ഇസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 by R12 സ്ക്വയർ R12 ക്യാപ്പ് പ്ലസ് വെക്ടർ F13 എന്ന് പറയുന്ന സമയത്ത് 1/4πε0 Q1 Q3 by R13 സ്ക്വയർ R13 ക്യാപ്പ് പ്ലസ് എക്സെട്ര ടു 1/4πε0 Qn ഡിവൈഡഡ് ബൈ R1n സ്ക്വയർ R1n ക്യാപ്പ്. നമുക്ക് വെക്ടർ എഫ് ഇസ് ഈക്വൽ ടു ഈ Q1 എല്ലാത്തിലും കോമൺ ആയിട്ടുണ്ട്. അത് Q1നെയും 1/4πε0യും കോമൺ ആയിട്ട് എടുക്കാം. നമുക്ക് എഴുതാം Q1 ഡിവൈഡഡ് ബൈ 4πε0 ബ്രാക്കറ്റിൽ ബാക്കിയുള്ളത് ഈ ടൈമിലൂടെ ഉള്ളത് Q2 by R12 സ്ക്വയർ R12 ക്യാപ്പ് പ്ലസ് ഇവിടെ രണ്ടാമത്തെ കേസിൽ വരുന്ന സമയത്ത് Q3 ഡിവൈഡഡ് ബൈ R13 സ്ക്വയർ R13 ക്യാപ്പ് പ്ലസ് എക്സെട്ര ടു Qn ഡിവൈഡഡ് ബൈ R1n സ്ക്വയർ R1n ക്യാപ്പ്. ഇങ്ങനെ എഴുതാം. അതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇന്ന് പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചത് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജസ് പഠിച്ചു, കൂളോംസ് ലോ പഠിച്ചു, പിന്നെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പഠിച്ചു. അന്നേരം ഫിസിക്സിൻ്റെയും മാത്സിൻ്റെയും പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എഴുതി തന്നെ പഠിക്കണം. എഴുതി പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് നമ്മൾ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകുന്ന ഡെറിവേഷൻസ് വരുമ്പോൾ നമുക്കത് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഇതിനകത്ത് നിന്ന് ലെക്ചർ നോട്ടായിട്ട് എഴുതി പഠിച്ച് ഇക്വേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് എഴുതി പഠിക്കുക. കൂളോംസ്ലയുടെ ഇക്വേഷൻ അനുസരിച്ച് കൂളോംസ്ലയുടെ ഇക്വേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് 1/4πε0 Q1 Q2 by R സ്ക്വയർ, അത് ബേസിക് ആയിട്ട് ഈ ചാപ്റ്ററിൽ ഇക്വേഷൻ ആണ്. ആ ഇക്വേഷൻ വൃത്തിയായിട്ട് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ഇനി അങ്ങോട്ട് വരുന്ന ഓരോ ക്ലാസ്സിൽ ഇതിൻ്റെ തുടർച്ചയായിട്ട് ഇതിൻ്റെ ഡെറിവേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും. അന്നേരം എഴുതി തന്നെ പഠിക്കണം. ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ എഴുതി പഠിക്കണം. അന്നേരം അടുത്ത ഒരു ക്ലാസ് കൂടെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ചാപ്റ്ററുമായിട്ട് ആ ഭാഗവും ആ പോർഷനുമായിട്ട് ബന്ധപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ അസൈൻമെൻ്റ് ആയിട്ട് തരുന്നുണ്ടായിരിക്കും. പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. അത് വൃത്തിയായിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. അന്നേരം ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസും ഇതിൻ്റെ പുറകെ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ പറയും. അന്നേരം ഇത് ഈ പറഞ്ഞ പോർഷൻസ് വൃത്തിയായിട്ട് കണ്ട് മനസ്സിലാക്കി ഇക്വേഷൻസൊക്കെ എഴുതി തന്നെ പഠിക്കുക. അതിൻ്റെ യൂണിറ്റ്
അതൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അന്നേരം ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം.